തൊബ്രാനി ഇമാമിന്റെ ഹദീസ് അത് നമ്മുടെ ലബ്ബ മാത്രമാണ് നിങ്ങൾ വിചാരിക്കണ്ട. അത് നമ്മളെ സക്കരിയ സ്വലാഹിയും അനസുമൊക്കെ നമ്മൾ അസ്അലിക മുറാഫഖതക എന്ന് പറയുമ്പോ അതിനെ വിശദീകരിക്കാൻ വേണ്ടി ഈ തൊബ്രാനി ഇമാമിന്റെ ഹദീസാണ് ഓതാറുള്ളത്. ഏതായാലും തോട്ടുമുഖത്ത് വെച്ച് അത് ദഈഫാണെന്ന് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചല്ലോ. ഇതിന്റെ സംഘാടകർക്ക് ഞങ്ങൾ അഭിനന്ദനം നിങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ചോദ്യം എന്താ തൊടാത്തത്? അതിന് മറുപടി ഇങ്ങോട്ട് പറയണം. അല്ലാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവിനോട് പറയാൻ പറ്റുമോ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന? ചോദ്യത്തിൽ വൈരുദ്ധ്യതയുണ്ട്, നിങ്ങൾക്ക് അറിയുന്നില്ല. ഈ മൗലവി ഇങ്ങോട്ട് ചോദിക്കുന്നത് മുഴുവൻ വൈരുദ്ധ്യങ്ങളാണ്. ഞങ്ങൾ മറുപടി പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഒന്ന്, ഞങ്ങൾ മറുപടി പറയേണ്ട ആളുകളല്ല, അതിന് വേറെ സദസ്സൊരുക്കാം. മറ്റൊന്ന് ചോദിക്കുന്നത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഏതെങ്കിലും സ്വഹാബി അങ്ങനെ ചെയ്തോ? സ്വഹാബി ചെയ്തതാണ് ഈ ഹദീസ് തന്നെ, അതും മനസ്സിലായിട്ടില്ല. സ്വഹാബി ചെയ്തല്ലേ റബീ റളിയല്ലാഹു അൻഹു. ആ സ്വർഗം മാത്രം പോരാ, പിന്നെ സ്വർഗത്തിലെ ഉന്നത പദവി വേണം. ഒരാള് എനിക്ക് പ്രധാനമന്ത്രിയാവണം എന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം MP ആവണ്ടെന്നല്ലല്ലോ. MP ആയിട്ടല്ലേ പ്രധാനമന്ത്രി ആവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് MLA ആവണം എന്ന് പറഞ്ഞു. അത് ശരി, മുഖ്യമന്ത്രി ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, MLA ആവണമെന്ന് പറഞ്ഞിട്ടില്ല. അത് അതിനും അപ്പുറമുള്ള സ്ഥാനാണ്. അപ്പൊ മുഖ്യമന്ത്രി തന്നെ ആയാൽ പിന്നെ MLA എന്തായാലോ? ഇതൊക്കെ ആർക്കും അറിയാത്ത കാര്യമാണോ? അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിലെ ഉന്നത പദവിയാ ചോദിക്കുന്നത്. എന്റെ ചോദ്യം റസൂലുള്ളാഹിനോട് അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം അങ്ങയുടെ കൂടെ വേണം എന്ന് ചോദിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ? ഈ രണ്ടാലൊന്ന് ഞങ്ങൾക്ക് കിട്ടണം. ഒന്നുകിൽ എസ് പറയണം, അല്ലെങ്കിൽ നോ പറയണം. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നബി തങ്ങളോട് ഇവിടെ പ്രശ്നം തീരാൻ പോവാണ്. അൽഹംദുലില്ലാ, ഇതും കൂടി നിങ്ങൾ സമ്മതിക്ക്. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് നബിയോട് ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ? ചോദ്യം സാധാരണക്കാർ പഠിച്ചു വെച്ചോളൂ. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, നബിയുടെ കൂടെ സ്വർഗത്തിലെ ഉന്നത പദവി വേണം നബിയെ, ഇത് പറ്റുമോ പറ്റില്ലേ?